ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ കോൺഗ്രസ് നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുകയെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അങ്ങോട്ടേക്ക് സന്ദീപ് വാര്യരും അല്പസമയത്തിനകം തന്നെ എത്താം. ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകാം. സ്റ്റെഫിൻ അവിടെ തുടരുന്നുണ്ട്. സ്റ്റെഫിൻ, നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തിയോ? ആദ്യം തന്നെ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനമാകുമോ പ്രഖ്യാപനമായി വരിക? ദിവിഷ്, ഏതായാലും ഇപ്പോഴും പല അനിശ്ചിതത്വങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഏതായാലും ഈ കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്നവരുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കാരണം കോൺഗ്രസിന്റെ APC പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ഷാഫി പറമ്പിൽ അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലുണ്ട്. പ്രവർത്തകർ എല്ലാം തന്നെ പുറത്ത് കടിച്ചുകൂടിയിട്ടുണ്ട്. ഏതായാലും പ്രവർത്തകരെ സംബന്ധിച്ച് ഇന്നലെ വരെ BJPയിൽ നിന്ന് ഒരാൾ വലിയ തോതിൽ അവിടെ ഒരു കലാപം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു. ഇപ്പോഴും ഈ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിക്കുന്നതിന് വേണ്ടി ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. ഏതായാലും അണിയറ നീക്കങ്ങൾ കോൺഗ്രസിനകത്ത് സജീവമായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഏതാണ്ട് 2-3 ദിവസമായി തന്നെ സന്ദീപ് വാര്യറുമായിട്ട് കോൺഗ്രസ് നേതാക്കൾ വലിയ തോതിലുള്ള ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുമായി സന്ദീപ് വാര്യറുമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയൊരു രാഷ്ട്രീയ നീക്കമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇപ്പോൾ നമുക്ക് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനകത്ത് കാണാൻ കഴിയുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനെയും അതോടൊപ്പം തന്നെ KPC പ്രസിഡന്റ് K സുധാകരനെയും ഷാഫി പറമ്പിലിനെയും ഒക്കെ തന്നെയാണ്. അവരെല്ലാം തന്നെ ഇവിടെ തന്നെ ഉണ്ട്. 11 മണിക്ക് വാർത്താ സമ്മേളനം പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഏതായാലും 11 മണി കഴിയുന്നു. അത് തന്നെ ഒരു രാഷ്ട്രീയമായി കൃത്യമായ ഒരു സൂചനയാണ്. ഒരുപക്ഷെ സന്ദീപ് വാര്യർ കൂടി ഇവിടെ എത്താനുള്ള സാധ്യത കൂടി നമ്മൾ കണക്കിലെടുക്കുന്നുണ്ട്. സന്ദീപ് വാര്യർ ഒരുപക്ഷെ പുറത്തേക്ക് എത്തുകയാണെങ്കിൽ അവിടെ ഗോകുലും മൽഘോസും ഒക്കെ തന്നെ ഉണ്ട്. പ്രവർത്തകർക്കിടയിൽ ഗോകുൽ അവിടെ ഉണ്ട്. ഇപ്പോൾ ഏതായാലും ഇവർ കൂടിയാലോചിച്ച് പല ഫോൺ കോളുകൾ VD സതീശനായിക്കോട്ടെ K സുധാകരനായിക്കോട്ടെ പല ഫോൺ കോളുകൾ വരുന്നുണ്ട്, ആശയവിനിമയം നടത്തുന്നുണ്ട്. ഏതായാലും വലിയ ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. അല്പസമയത്തിനും തന്നെ അത് സംബന്ധിച്ച് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം അല്പനിമിഷങ്ങൾക്കകം തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ അവിടെ കോൺഗ്രസ് നേതൃത്വങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖങ്ങളൊന്നും ഔദ്യോഗികമായി ഈ കാര്യത്തിൽ പറയുന്നില്ല. ഒരുപക്ഷെ ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഈ കാര്യം ബോധിപ്പിക്കുക അല്ലെങ്കിൽ പ്രഖ്യാപിക്കുക എന്നതായിരിക്കും ലക്ഷ്യം വെച്ചിരിക്കുന്നത്. സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് പുറപ്പെട്ടു എന്നുമാണ് നേരത്തെ അറിഞ്ഞത്. വളരെ വളരെ നിർണായകമായ ഒരു തീരുമാനം. ദിവസങ്ങൾ 4 മാത്രം അവശേഷിക്കുന്നു. പാലക്കാട്ടെ ജനത അവരുടെ വോട്ട് രേഖപ്പെടുത്താൻ. BJP A ക്ലാസ് മണ്ഡലം എന്ന് കരുതുന്ന സ്ഥലമാണ് പാലക്കാട്. C കൃഷ്ണകുമാർ അവരുടെ സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സന്ദീപ് വാര്യർ രംഗത്ത് വന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ BJP ചർച്ചകൾക്ക് തയ്യാറാകാം, ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച നടത്താമെന്ന നിലപാടാണ് എടുത്തത്. പക്ഷേ പിന്നീടും തുടർച്ചയായി സന്ദീപ് വാര്യർ പ്രകോപനപരമായ രീതിയിൽ തന്നെയുള്ള നിലപാടുകളുമായി നിന്നു. പക്ഷേ BJPയെ സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ വേണ്ട, തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം മതി എന്ന തീരുമാനത്തിൽ അവർ പോയി. അവസാനം അവഗണിക്കുക എന്ന നിലപാടിലേക്ക് BJP മാറി. അതാണ് ഒരുപക്ഷെ സന്ദീപ് വാര്യരെ ഇങ്ങനെ കൂടുമാറാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകുക. CPM-ലേക്കോ കോൺഗ്രസിലേക്കോ എന്ന ചർച്ചകൾ, CPM-ലേക്ക് എന്ന ചർച്ചകളായിരുന്നു വളരെ സജീവമായി ഉണ്ടായിരുന്നെങ്കിൽ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് ചുവടെടുത്തു വയ്ക്കുന്നു സന്ദീപ് വാര്യർ എന്നാണ് മനസ്സിലാക്കുന്നത്. സ്റ്റെഫിൻ, തുടരാം. പ്രതികരണങ്ങൾ വരുന്നോ? ഏതായാലും രവിശ് ഒരു അല്പസമയത്തിനകം തന്നെ അത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു പ്രതികരണത്തിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. KPC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവും എല്ലാം വാർത്താ സമ്മേളനം ആ മുറിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. താഴെ ഉള്ള മുറിയിൽ നിന്നും മുകളിൽ വാർത്താ സമ്മേളനം സജ്ജീകരിച്ചിരിക്കുന്ന മുറിയിലേക്ക് നടന്ന് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. യോഗ്യമായി തന്നെ പറയാൻ ഒരു സാധ്യത, പ്രത്യേകിച്ചും 10 മിനിറ്റിനകം സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് എത്തും എന്നാണ് അറിയുന്നത്. അതിനുശേഷം കോൺഗ്രസ് നേതാക്കളുമായി ചേർന്ന് തന്നെ സംയുക്ത വാർത്താ സമ്മേളനമാകും. അതിൽ കോൺഗ്രസിലേക്ക് അദ്ദേഹത്തെ ഒരുപക്ഷെ K സുധാകരൻ തന്നെയാകാം സ്വാഗതം ചെയ്യുക. തുടർന്ന് സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് പ്രതികരിക്കും. ഇപ്പോൾ K സുരേന്ദ്രൻ ഉന്നയിച്ച SDPI സതീഷുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചില ആരോപണങ്ങൾ BJP സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിച്ചിരുന്നു. അതിന് തുടർച്ചയായി സന്ദീപ് വാര്യരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തുറന്നു പറച്ചിലുകളോ വെളിപ്പെടുത്തലുകളോ ആരോപണങ്ങളോ ഉണ്ടാകുമോ എന്നതും വളരെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായി BJP നേതൃത്വത്തിനെതിരെ രംഗത്ത് വരികയും പ്രത്യേകിച്ചും പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥിക്കെതിരെ വളരെ ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം നിലപാടെടുത്തത്.